ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള പ്രദേശമാണ് ചൂരൽമല. അവിടെ കൂടുതലായി താമസിച്ചിരുന്നത് ഈ എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ടുള്ള, അതായത് തേയില എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ടുള്ള പ്രദേശമായിരുന്നു അത്. ഈ പുഴയുടെ ഇരുവശവുമുള്ള ആളുകളാണ് ദുരന്തത്തിൽ അകപ്പെട്ടത്. ഇന്നലെ അർദ്ധരാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോടെ ഉണ്ടായ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ ഒഴുകുന്ന സാഹചര്യം അകലെയുള്ള പ്രദേശമാണ് ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇരുട്ടായിരുന്നു. അവർ എണീറ്റ് നോക്കുമ്പോൾ ഈ പുഴയുടെ പലരും വെള്ളത്തിനടിയിലും ചെളിയിലടിയിലും ഇന്നലെ അർദ്ധരാത്രി അല്ലെങ്കിൽ പുലർച്ചയോടെ വിളിച്ചു കരഞ്ഞത് എന്റെ ഗതി മാറി മണ്ണിന്റെ സാഹചര്യം ഉണ്ടായി, ആരെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് ഒന്ന് രക്ഷിക്കണമെന്നായിരുന്നു. ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് സംഭവിക്കുന്നതെന്ന് വയനാട്ടിൽ മനസ്സിലായില്ല. അവർ എണീറ്റ് നോക്കുമ്പോൾ പലരും വെള്ളത്തിനടിയിലും ചെളിയിലടിയിലാണ് ഇപ്പോൾ രക്ഷകാത്തു നിൽക്കുന്ന ജീവൻ കയ്യിൽ എന്റെ പങ്കാളികളെ മടങ്ങി വരേണ്ട സാധ്യത. ആരെങ്കിലും ഓടി വന്ന് ഇവരെ ഒന്ന് രക്ഷിക്കണേ എന്നതായിരുന്നു. അത്രത്തോളം ദാരുണമായ ഒരു ദുരന്തമാണ് കേരളം ഇപ്പോൾ വയനാട്ടിലെ ഈ രണ്ട് പ്രദേശങ്ങളിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും രക്ഷാദൗത്യം ഏത് ദിശയിലായിരിക്കും സഞ്ചരിക്കുക എന്നതിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ രക്ഷ കാത്തു നിൽക്കുന്ന, ജീവൻ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആളുകളുടെ മടങ്ങിവരവ് സാധ്യമാക്കുകയുള്ളൂ.